പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് മാഫിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുമായി UDF സർക്കാർ. മയക്കുമരുന്ന് ശൃംഖലയുടെ അടിവേരറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞോടി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. കാർ, ഓട്ടോറിക്ഷ, ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വീട്ടുമതിലുകളും തകർത്തു. കൊമ്പുകൊണ്ട് കുത്തി തകർത്ത കാറിനുള്ളിലെ യുവതി രക്ഷപ്പെട്ടത് അത്ഭുതകരമായി. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. താഴെത്തട്ടിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിനായുള്ള ഇടപെടലുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി. ആക്സിലൊടിഞ്ഞ് തകരാറിലായ ടിപ്പർ ലോറി റിപ്പയർ ചെയ്യുന്നതിനിടെ ലോറിക്കിടയിൽപ്പെട്ട ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വിയ്യൂർ ജയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം. വാർത്തകൾ വിശദമായി. മയക്കുമരുന്ന് മാഫിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുമായി UDF സർക്കാർ. കേരളത്തിലെ മയക്കുമരുന്നിന്റെ അടിവേരറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പോലീസ് പുതിയ പദ്ധതി ആരംഭിക്കും. പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ മുഖം നൽകും. സ്റ്റേഷനിലെത്തുന്നവരെ ഗുഡ് മോർണിംഗ് ആശംസിച്ച് സ്വീകരിക്കും. ജനമൈത്രി പോലീസ് കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ജൂൺ 1 ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് തുടങ്ങും. പുറത്തുനിന്ന് മയക്കുമരുന്ന് വരുന്ന സംസ്ഥാനങ്ങളിലെ DGPമാരുമായി സംസ്ഥാന DGP ബന്ധപ്പെടും. സ്കൂൾ പരിസരങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളുകളെ കർശനമായി പോലീസ് നേരിടുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനത്തിലും സമൂല മാറ്റം വരുത്തും. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. പോലീസ് സേന ജനങ്ങൾക്കുള്ളതാണെന്നും നിയമം വെല്ലുവിളിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ട്രാഫിക് അപകടങ്ങൾ കുറച്ചുകൊണ്ടുവരാൻ കൂടുതൽ സംവിധാനങ്ങൾ രൂപീകരിക്കാനും തീരുമാനിച്ചു. റോഡപകടങ്ങൾ കുറയ്ക്കാൻ പൊതുമരാമത്ത് വകുപ്പുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. പോലീസ് ട്രെയിനിംഗ് സിലബസിലും മാറ്റം വരുത്തും. ഓപ്പറേഷൻ കുബേര അടക്കമുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടവയാണ്. നിലവിൽ ആദ്യ പരിഗണന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിനായിരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ ഉണ്ടായ സംഭവം നിർഭാഗ്യകരമാണെന്നും റിപ്പോർട്ട് വന്ന ശേഷം മുഖം നോക്കാതെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതിനകത്തിൽ അന്ന് നവകേരള യാത്രയ്ക്ക് ഇടയിലുണ്ടായ സംഭവം വളരെ നിർഭാഗ്യകരമായി. ആളുകളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി അടിക്കുന്ന സംഭവം, അതിനെപ്പറ്റി ഒരു SIT അന്വേഷിക്കുകയാണ്. അന്വേഷിച്ച് റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ അതിന് അനുസരിച്ച് എന്താ നിയമപരമായി എന്ത് ചെയ്യണമെന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും. റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നാൽ കുറ്റക്കാരെ ഒരു കാരണവശാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, ആരായാലും. തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞോടി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. കാർ, ഓട്ടോറിക്ഷ, ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർത്ത ആന വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. തൃശൂർ നഗരത്തിൽ ആന ഇടഞ്ഞോടി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. കാർ, ഓട്ടോറിക്ഷ, ബൈക്കുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർത്ത ആന വീട്ടുമതിലുകളും ഗേറ്റുകളും തകർത്തു. കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ഇന്നു രാവിലെ 9:15 സംഭവം. കുളിപ്പിക്കാൻ കൊണ്ടുപോയി തിരികെ വരുന്നതിനിടെ ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ആന ഇടഞ്ഞോടിയത്. ഓട്ടത്തിനിടെ വഴിയിലുണ്ടായിരുന്ന കാറും ഓട്ടോറിക്ഷയും ആന തകർത്തു. ചെമ്പൂക്കാവിൽ നിന്നും ഓടിയ ആന 2 കിലോമീറ്ററോളം ദൂരം ഓടി ചേറൂർ ഗാന്ധിനഗർ വരെ എത്തി. ഗാന്ധിനഗർ ഹൗസിംഗ് കോളനിയിലേക്ക് കടന്ന ആന ഹൗസിംഗ് കോളനിയിലെ ഇടവഴികളിലൂടെയും ഓടി. ഇതിനിടെ ഇരുചക്രവാഹനങ്ങളും വീട്ടുമതിലുകളും ഗേറ്റുകളും എല്ലാം ആന തകർത്തു. 2 മണിക്കൂറോളം ആന മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇതിനിടെ പോലീസും എലിഫന്റ് സ്ക്വാഡും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തി. ഏറെ നേരം പരിശ്രമിച്ചാണ് പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ തളച്ചത്. ഇതോടെയാണ് പരിഭ്രാന്തി ഒഴിഞ്ഞത്. ആക്സിലൊടിഞ്ഞ് തകരാറിലായ ടിപ്പർ ലോറി റിപ്പയർ ചെയ്യുന്നതിനിടെ ലോറിക്കിടയിൽ കാൽ കുടുങ്ങി ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. വിയ്യൂർ ജയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം. ആക്സിലൊടിഞ്ഞ് തകരാറിലായ ടിപ്പർ ലോറി റിപ്പയർ ചെയ്യുന്നതിനിടെ ലോറിക്കടിയിൽ കാൽ കുടുങ്ങി ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. വിയ്യൂർ ജയിൽ പെട്രോൾ പമ്പിന് സമീപമാണ് അപകടം നടന്നത്. പരിക്കേറ്റ തിരൂർ സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ 55-കാരൻ ബെന്നിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. നിറയെ ഹോളോബ്രിക്സുമായി സഞ്ചരിച്ചിരുന്ന ലോറി വിയ്യൂരിലെത്തിയപ്പോൾ ആക്സിലൊടിഞ്ഞ് തകരാറിലായിരുന്നു. തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാരനുമായി സ്ഥലത്തെത്തിയ ശേഷം റിപ്പയർ ചെയ്യുന്നതിനിടെ ലോറിയുടെ പുറകുവശം റോഡിലേക്ക് പതിക്കുകയും വാഹനത്തിനടിയിൽ ബെന്നിയുടെ കാൽ കുടുങ്ങുകയുമായിരുന്നു. അരമണിക്കൂറോളം വാഹനത്തിനടിയിൽ കുടുങ്ങിയ ബെന്നിയെ ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തി ആശുപത്രിയിലേക്ക് മാറ്റിയത്. കാലിന് ഗുരുതര പരിക്കേറ്റ ബെന്നി
ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന് പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. താഴെത്തട്ടിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിനായുള്ള ഇടപെടലുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമാക്കുമെന്ന പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ.എ. തുളസി. താഴെത്തട്ടിലെ സാധാരണക്കാരുടെ ഉന്നമനത്തിനായുള്ള ഇടപെടലുകൾ ഉറപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലക്കാട് ഒലവക്കോട് സ്റ്റേഷൻ പരിസരത്ത് നാടൊരുക്കിയ സ്വീകരണത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റെയിൽവേ സ്റ്റേഷനിൽ കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് മന്ത്രിയെ വരവേറ്റത്. ഭർത്താവ് വി.കെ. ശ്രീകണ്ഠൻ MP, പ്രമുഖ UDF നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കേക്ക് മുറിച്ച് പ്രവർത്തകരുമായി മന്ത്രി ആഹ്ലാദം പങ്കിടുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. സ്വിച്ച് ബോർഡിനുള്ളിൽ നിന്നും തേൻമഴ. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. സ്വിച്ച് ബോർഡിനുള്ളിൽ നിന്നും തേൻമഴ. കോട്ടയം ഈരാറ്റുപേട്ടയിലെ ദമ്പതികൾ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. വീടിനുള്ളിൽ AC ഫിറ്റ് ചെയ്യാൻ സ്വിച്ച് ബോർഡ് അഴിച്ച് റിപ്പയർ ചെയ്യുന്നതിനിടയിലാണ് വീട്ടുകാരും അമ്പരന്നത്. വലിയ തോതിൽ ചെറുതേൻ ശേഖരം കണ്ടെത്തി. ശ്രദ്ധയോടെ തേൻ മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തു. വീടിനുള്ളിൽ ചെറുതേനീച്ചകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്രയും വലിയ തേനറ സ്വിച്ച് ബോർഡിനുള്ളിൽ തേനീച്ചകൾ ഒളിപ്പിച്ച വിവരം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. വിപണിയിൽ വലിയ വിലയുള്ള ചെറുതേൻ ചുവരിനുള്ളിലെ സ്വിച്ച് ബോർഡിൽ നിന്നും ലഭിച്ചതിന്റെ സന്തോഷവും ഇവർ പങ്കുവച്ചു. ഇനി തേനീച്ച കയറാത്ത വിധം സ്വിച്ച് ബോർഡ് റിപ്പയർ ചെയ്ത് അടയ്ക്കുകയും ചെയ്തു. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. തുടർന്നും വാർത്തകൾ കാണുവാനായി YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം, പ്രിയകരമതിമൃദുലം, ശുഭകരം മനഹിതം, അണിയുക കനകം, ചിരി പകരണ നിമിഷം, നിറയണ നറുഹൃദയം, ശുഭകരം മനഹിതം, അണിയുക കനകം. താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം, സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം. സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.